എൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ്. ഒഴുകൂർ സ്വദേശിയാണ് ഞാൻ. 30 കൊല്ലം 4 മാസം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത് കൊണ്ടോട്ടി ട്രാഫിക്കിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരിക്കെ 2023 മെയ് മാസം 31 തീയതി റിട്ടയർ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ കാര്യം, ഈ ബിസിനസ്സിലേക്ക് ഞാൻ വരാനുണ്ടായത് അത് ഒരു യാദൃച്ഛികമായി സംഭവിച്ച ഒരു അതിഗംഭീരമായ എങ്കിലും ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു സംഭവത്തിന് ശേഷമാണ്. എൻ്റെ ഭാര്യയ്ക്ക്, അതായത് ഇപ്പോ മല്ലിക മാഡം എന്ന് പറഞ്ഞ ഇന്ന് ഈ ബിസിനസ്സിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് വർഷങ്ങളായി ഉണ്ടായ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥയാണ്. പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ വന്നതായിരുന്നില്ല ആ അസുഖം. ഫൈബ്രോയിഡ് എന്നാണ് അതിന് ഡോക്ടേഴ്സ് ഇട്ട പേര്. ടെസ്റ്റ് നടത്തിയപ്പോഴും അത് തന്നെ, ബയോപ്സിക്കൊക്കെ അയച്ചപ്പോൾ ഫൈബ്രോയിഡ് ആയിരുന്നു. പല ചികിത്സകളും നടത്തിയെങ്കിലും ഒരിക്കൽ പോലും അതിന് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടിയിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നല്ല നല്ല ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ കാണിച്ചു. അവരെ ശുപാർശ ചെയ്യും, എന്താണ്, എത്രയും പെട്ടെന്ന് DNC ചെയ്യണം. ഓക്കെ, അങ്ങനെ 3 പ്രാവശ്യം DNC ചെയ്തിട്ടും മാറാതിരുന്ന ഒരു അസുഖം MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 6 ബ്രാൻഡിൽ ഒരു ബ്രാൻഡായ എലമെന്റ്സ് എന്ന ബ്രാൻഡിന്റെ ഫീലിംഗ്, അതുപോലെ തന്നെ വുമൺ കമ്പാനിയൻ എന്ന് പറയുന്ന 2 പ്രോഡക്റ്റ് കൊണ്ട് എൻ്റെ ഭാര്യയുടെ അസുഖം ഭേദമായപ്പോ, അതുപോലെ തന്നെ എനിക്ക് വർഷങ്ങളായി ഏകദേശം 18 വർഷത്തോളം അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ട്, ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്ന രോഗം, അതിന് ഇതിലെ ലിവഗെയിൻ എന്ന പ്രോഡക്റ്റ് 3 മാസം കഴിച്ചപ്പോ ആ രോഗവും ഭേദമായി എന്ന് കണ്ട ആ അത്ഭുത സമയത്ത് ഇതിനൊക്കെ കാരണക്കാരിയായ എൻ്റെ അയൽവാസി ഖൈറുന്നിസ മാഡം, അവര് ഇതിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞ സമയം അവർക്ക് ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ ബിസിനസ്സിലേക്ക് വന്ന ഒരു ആളാണ് ഞാൻ. സത്യത്തിൽ പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോ പറയുന്നത്. ഞാൻ മുൻപ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് തന്നെയാണ്. സത്യത്തിൽ പല പ്രാവശ്യം ഈ ഖൈറുന്നിസ മാഡത്തെ നല്ല രീതിയിൽ ഒഴിവാക്കി നിർത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഒരുപാട് ഫ്രോഡ് കമ്പനികൾ വന്നതുകൊണ്ടും ഇതുവരെ ഓരോ രീതിയിൽ ബിസിനസ് ചെയ്ത് വന്നപ്പോഴൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടും ഈ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു വഷളത്തരത്തിന് കാരണമാവുമോ എന്നുള്ള ഭയം കൊണ്ടും ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു. ഏകദേശം 1 കൊല്ലത്തിലധികം ഖൈറുന്നിസ മാഡം പറയുന്നത് വളരെ സന്തോഷപൂർവ്വം നിരസിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ എൻ്റെ ഭാര്യയുടെയും എൻ്റെ അസുഖം ഭേദമായപ്പോൾ ഞാൻ മനസ്സിലാക്കി MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെന്നും അതിലെ ഓരോ പ്രോഡക്റ്റുകളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഫലം സിദ്ധിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയെക്കുറിച്ചും പ്രോഡക്റ്റുകളെ കുറിച്ചും ഇതിലെ ലീഡേഴ്സിനെ കുറിച്ചും അവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ഓരോ രീതിയിലുള്ള ഗുണങ്ങളെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ, അതേക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കും തോന്നി ഈ ബിസിനസ് നല്ല ഒരു ബിസിനസ് ആണ് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാത്രമല്ല, ആദ്യം ഞാൻ ID അടിച്ച് ചേർന്നു, പിന്നെ എൻ്റെ ഭാര്യയെ, തുടർന്ന് എൻ്റെ മൂത്ത മകനെ, അതിനുശേഷം 2ാമത്തെ മകനെ, അതിനും ശേഷം 3ാമത്തെ മകനെ. അതായത് ഞങ്ങൾ 5 പേരും ഈ ബിസിനസ്സിൽ വളരെ
ശക്തമായി തന്നെ മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് നമ്മുടെ മാത്രം പ്രയത്നം പോരല്ലോ, അതിന് ദൈവത്തിന്റെ കൂടി ഒരു കയ്യൊപ്പ് കിട്ടുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടി അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രമേ ഏതൊരു കാര്യം നല്ല രീതിയിൽ പോവുകയുള്ളൂ. ഏതായാലും നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, അതുപോലെ എന്നെയും. ഏതായാലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അടുത്ത റാങ്കിലേക്ക് വളരെ കുറച്ച് മാത്രം ബി കയറാനേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ ഇപ്പോൾ ടീം കോർഡിനേറ്ററായി, അതിനുശേഷം മൂത്ത മകൻ റൂബിയായി, രണ്ടാമത്തെ മകനും മൂന്നാമത്തെ മകനും തുടരെ നിൽക്കുകയാണ്. മാത്രമല്ല, ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണം ഒന്ന്, എൻ്റെ ഭാര്യയുടെയും എൻ്റെയും അസുഖം ഭേദമായി എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബിസിനസ്സുകളിൽ ഏറ്റവും ഉചിതമായ ബിസിനസ്സാണ് ഈ ബിസിനസ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ കുടുംബവും ഈ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണം. കാരണം ഇന്നുള്ള ഓരോ ട്രഡീഷണൽ ബിസിനസ്സുകളും എട്ടിൽ പൊട്ടി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് തകരാൻ പല കാരണങ്ങളുണ്ടാവാം. ഒന്നുകിൽ കെടുകാര്യസ്ഥതയാവാം, അതല്ലെങ്കിൽ കാലാനുഗതമായി വളരാത്തത് കൊണ്ടാവാം, ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കുറഞ്ഞത് കൊണ്ടാവാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. എന്നാൽ അതുകൊണ്ടല്ലാതെ ജനങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ ടേസ്റ്റ് അനുസരിച്ച് ഒരു ബിസിനസ് പൊളിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓരോ ഇറകളാണ് ഓരോന്നിനും. എന്തിനാണെങ്കിലും ഓരോ ഇറകളാണ്. അതായത് ഇവിടെ ഒരു 20 വർഷം ഏതെങ്കിലും ഒരു ബിസിനസ് അരങ്ങ് വാഴുകയാണെങ്കിൽ അടുത്ത ഒരു 20 വർഷം മറ്റൊരു ബിസിനസ്സാണ് ഉയർന്നു വരുന്നത്. പല കാരണങ്ങളാലും അത് പിന്നീട് പോവുകയാണ്. അല്ലെങ്കിൽ അടുത്ത ഓരോ കോൺസെപ്റ്റുകൾ കൂടുതൽ നല്ലതായി വരിക, അല്ലെങ്കിൽ ഉന്നമനത്തിന് ഉതകുന്നതായി വരുമ്പോഴാണ് പലപ്പോഴും ഓരോ ബിസിനസ്സുകളും തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിനു മുൻപ് IT മേഖലയായിരുന്നു ഏറ്റവും നല്ല ഒരു ബിസിനസ്സും അതോടൊപ്പം തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും, കാരണം മനുഷ്യന്റെ ജീവിത രീതിയിൽ ഉണ്ടായ പല കാരണങ്ങൾ കൊണ്ടും മറ്റും ഇന്ന് ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി ഒന്നുകൂടെ നല്ല രീതിയിൽ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം ഇന്ന് വെൽനസ് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. അതിന് കാരണം ഏറ്റവും നല്ല ഒരു ബിസിനസ്സും അതോടൊപ്പം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ബിസിനസ്സും വെൽനസ് ബിസിനസ് ആണ് എന്ന് നമ്മുടെ ഈ കമ്പനി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും രണ്ട് ബിസിനസ് രീതികളാണ് നമ്മുടെ ഇപ്പോൾ കോമ്പറ്റീഷനിലുള്ളത്. അതായത് ഒന്ന്, ഞാൻ പറഞ്ഞ ട്രഡീഷണൽ ബിസിനസ് ആണ്. ട്രഡീഷണൽ ബിസിനസ് ഓരോന്നായി ഇല്ലാതായി പോകുന്നത് നമ്മൾ പല സമയമായും കണ്ടതാണ്. കാരണം ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്ന് ആളുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തുന്ന ഒരു കാലഘട്ടമായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഷോപ്പുകളെല്ലാം വെറുതെ തുറന്നു വെക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഉള്ളത്. അത് മാത്രമല്ല, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളിലേക്ക് നേരിട്ട് വിപണനം ചെയ്യുന്ന ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് തന്നെ നേരിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 100% റിസൾട്ട് വരുന്ന ഒരു ബിസിനസ് ആണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ കാണുന്ന മറ്റൊരു ഗുണം, ഈ ബിസിനസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സന്തോഷവും അതോടൊപ്പം പണവും ഏൺ ചെയ്യാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും സാധിക്കുന്നു എന്നുള്ള ഗുണമാണ്. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹം പോലെ എൻ്റെ അയൽവാസി ഖൈറുനിസ മാഡത്തിലൂടെ വന്ന ഒരു
ബിസിനസ്സാണിത്. നമ്മുടെ ഈ ബിസിനസ്സിലൂടെ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പാസീവ് ഇൻകം എന്ന് പറയുന്ന നമ്മൾ ബിസിനസ് ഒന്നും ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കാരണത്താൽ ഒരു അസുഖം വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു വിദേശ യാത്ര പോകുന്നു, അതും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നു, എങ്കിലും നമ്മൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടീമിലൂടെ നമുക്ക് പാസീവ് ഇൻകം എന്ന് പറയുന്ന ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ അത് കൂടാതെ തന്നെ ഇതിനകത്ത് ഞാൻ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്തിയപ്പോ കമ്പനി എനിക്ക് വെച്ച് നീട്ടിയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, 3 ലക്ഷം രൂപയുടെ ഒരു ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി കമ്പനി കൈയോടെ നമ്മുടെ കയ്യിലേക്ക് തരികയാണ്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഇൻഷുറൻസ് പോളിസിയിലേക്ക് നമ്മൾ 10 പൈസ പോലും അടയ്ക്കേണ്ടതില്ല. രണ്ടാമതായി, നോമിനേഷൻ ഫെസിലിറ്റി. നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ സർക്കാർ ഉദ്യോഗത്തിലൊക്കെ ഉള്ളതാണ്. അതിൽ ഒരു വലിയ പ്രസക്തിയൊന്നും ചിലർക്ക് തോന്നില്ല എങ്കിലും 3 തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നോമിനേഷൻ ഫെസിലിറ്റി തരുന്ന ഒരു കമ്പനിയാണ് ഇത് എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ഞാനും എൻ്റെ കുടുംബവും ഈ ബിസിനസ്സിലേക്ക് വന്നതാണ്. അതിൽ നിന്നും ചെറിയ ചെറിയ നേട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ എല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചല്ല ഞാൻ വന്നിട്ടുള്ളത്. ഒരു 4-5 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലേക്ക് വരുമാനം ഉണ്ടാക്കാനും മാനസികമായ സന്തോഷം ഉണ്ടാക്കാനും സാമ്പത്തികമായ ഫ്രീഡം ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ള തിരിച്ചറിവാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് വരുത്തിയത്. ഇപ്പോൾ ഈ ബിസിനസ് ഞാൻ സന്തോഷപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഈ ബിസിനസ് എന്തിനു വേണ്ടി ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഈ ബിസിനസ്സിലേക്ക് ഞാൻ വന്നതിന് ശേഷം എൻ്റെ ഭാര്യയുടെ അസുഖം ഭേദമായി എന്നതിലപ്പുറം എൻ്റെ അസുഖം ഭേദമായി. അതിനുശേഷം എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും എൻ്റെ അയൽവാസികളും നാട്ടുകാരുമായ പലരുടെയും അസുഖങ്ങൾ ഭേദമാക്കാനോ അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാൻ നോക്കാനോ എനിക്ക് സാധിക്കുന്നു. ഇതിൻ്റെ കൂടെ ഒരു അഡിഷൻ എന്നുള്ള രീതിയിൽ പറയാം, നമ്മുടെ അഞ്ജിത ഡോക്ടർ, നമ്മുടെ ഈ പ്രോഡക്റ്റ് ട്രെയിനിങ്ങിൽ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. അതായത് നമ്മുടെ ജനങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ 3 സ്റ്റേജിലാണ്. ഒന്ന്, അസുഖം ആളുകളുടെ ആരോഗ്യ അവസ്ഥ, അതായത് ശാരീരിക അവസ്ഥയാണ് പറയുന്നത്. ഒന്ന്, അസുഖം വരാത്ത അവസ്ഥ, എന്നാൽ അസുഖം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അവസ്ഥ. അത് 2, അസുഖം തുടങ്ങിയ കാലഘട്ടം. 3, അസുഖം ഒരുപാട് മൂർച്ഛിച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ എലമെന്റ്സിന്റെ വെൽനസ് പ്രോഡക്റ്റുകൾ അത് കഴിക്കുമ്പോൾ നമുക്ക് ഈ ആദ്യത്തെ 2 സ്റ്റേജുകളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് അവർ പറഞ്ഞിരുന്നു. അത് പ്രകാരം തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ എൻ്റെ ഒരു അറിഞ്ഞ കാര്യം പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇവിടെയുള്ള ഓരോ ലീഡേഴ്സിനും അറിയാം എന്നെനിക്കറിയാമെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ അസുഖം വരാതെ നോക്കുന്നതിനും വന്ന അസുഖം തുടക്കത്തിൽ തന്നെ അത് ഭേദമാക്കുന്നതിനും നമ്മുടെ പ്രോഡക്റ്റുകൾ കൊണ്ട് കഴിയും എന്നാണ് പ്രോഡക്റ്റ് ട്രെയിനറും നമ്മുടെ എല്ലാമായ അഞ്ജിത ഡോക്ടർ, ബഹുമാനപ്പെട്ട അഞ്ജിത ഡോക്ടർ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഏതായാലും ഡയറക്റ്റ് സെല്ലിംഗ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. എങ്കിലും ഞാൻ അത് വിജയിക്കണമെങ്കിൽ ഏതൊക്കെ ബുക്കുകളാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് നോക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാം. പ്രധാനമായും ഡയറക്റ്റ് സെല്ലിങ്ങിൽ വന്ന ഗോ പ്രോ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അതിന്റെ ഓതർ എറിക് വോറി എന്ന് പറയുന്ന ആളാണ്. ഗോ പ്രോ, എറിക് വോറി. ഈ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പെട്ടെന്നൊന്നും നമുക്ക് ഓർമ്മയിൽ വരില്ല. അടുത്തതായിട്ട് ദി ബിസിനസ് ഓഫ് ദി 21st സെഞ്ചുറി. അത് റോബർട്ട് കിയോസാക്കി എഴുതിയ ബുക്കാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ബുക്ക് അത് തന്നെയാണ്. മൂന്നാമതായി ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അത് എഴുതിയിട്ടുള്ള ഡെയിൽ കാർണഗി എന്ന് പറയുന്ന ആളാണ്.
അടുത്തത് ക്വസ്റ്റ്യൻസ് ആർ ദി ആൻസേഴ്സ്, അലൻ പീസ്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അതൊക്കെ നോക്കുന്നത് നമുക്ക് ഉചിതമായിരിക്കും എന്നും കൂടെ ഞാൻ ഇതിനകത്ത് പറയട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എങ്ങനെ ഇത് ഏറ്റവും സിമ്പിൾ ആക്കാം എന്നുള്ള ഒരു കാര്യമാണ്. അതിനും എനിക്ക് ബുക്ക് ആവശ്യമാണ്. ഞാനും ഈ ബിസിനസ്സിൽ തന്നെയുള്ള ഒരു സുഹൃത്തും ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബിസിനസ്സിൽ G35, അതായത് സാധാരണ രീതിയിൽ നമുക്ക് G35ഉം G75ഉം ആണുള്ളത്. എന്ന് വെച്ചാൽ 1000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 750 രൂപ, 1000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 750 ബിസിനസ് വോളിയം ഉണ്ടാവുന്നതും, അതുപോലെ തന്നെ 1000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 35% 350 ബിസിനസ് വോളിയം കയറുന്നതുമായ പ്രോഡക്റ്റുകളാണ് നമുക്കുള്ളത് എന്നെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള വെറും G35, അതായത് 350, 1000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 350 ബിസിനസ് വോളിയം കയറുന്ന പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുകയോ ബിസിനസ് ചെയ്താലോ മാത്രം തന്നെ നമുക്ക് നല്ല രീതിയിലേക്ക് മാറാൻ, അതായത് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അത് നമ്മുടെ പഴയ ലീഡേഴ്സിനൊക്കെ അറിയുന്നതാണ്, എങ്കിലും പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതിവിടെ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഒരു മാസത്തിൽ ഒരേ ഒരാളെ ഉണ്ടാക്കിയാൽ തന്നെ, അതായത് നമ്മൾ മാത്രമല്ല നമ്മളെ കൂടെ കയറുന്ന ഓരോരുത്തരും ചെയ്യേണ്ടതാണ്, ഉണ്ടാക്കിയാൽ തന്നെ നമുക്കൊരു 8 മാസം കൊണ്ട് വലിയ ലെവലിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഇത് എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ എളിയ ശ്രമം നടത്തുന്നത്. അതായത് ഈസി വേ ഓഫ് MLM എന്ന് ഞാൻ വെറുതെ എന്റെ പേരിട്ടതാണ്. അതായത് സക്സസ് ഓഫ് ദി MLM. നമ്മൾ ഒന്നാമതായി നമ്മുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധുവോ ആരെങ്കിലും നമ്മളെ ഇതിലേക്ക് ചേർത്തി എന്ന് വിചാരിക്കാം. അതായത് ID അടിച്ചു. അങ്ങനെയാണെങ്കിൽ ഓർഗ് 1ലും ഓർഗ് 2ലും നമ്മൾ വെറും 1000 രൂപയുടെ G35 പ്രോഡക്റ്റുകൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമുക്കതിൽ ₹42, അതായത് 350 ബിസിനസ് വോളിയവും 42 രൂപ നമുക്ക് ഇൻകം ഏൺ ചെയ്യാനും സാധിക്കും എന്ന് ധരിക്കുക. അത് 2 ഓർഗനൈസേഷനിലും നമ്മൾ വാങ്ങിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 42 രൂപ അതിലൂടെ നേടാൻ സാധിക്കും. ഈ കണക്കുകൾ ഏകദേശ കണക്കുകളാണ്, അല്ലാതെ ഇത് മാത്രം നോക്കിയിട്ട് അയാൾ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ഏകദേശ കണക്കുകളാണ്. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിൻ്റെതായ പല കാരണങ്ങളും മനസ്സിലാക്കി മാത്രം ഇത് ശ്രദ്ധിക്കുക. ആ ഒരു മാസം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. ഒരു മാസം ആകെ നമ്മൾ 1000 രൂപയുടെ G35 പ്രോഡക്റ്റ് വാങ്ങിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം അടുത്ത മാസം നമ്മൾ ആ ഓർഗ് 1ലും ഓർഗ് 2വിലുമായിട്ട് ഓരോരുത്തരെ ഇതിലേക്ക് ചേർക്കുന്നു. എന്ന് വെച്ചാൽ 2 ആളുകളെ ചേർക്കുന്നു. 2 ആളുകളെ ചേർക്കുമ്പോൾ നമ്മുടെ കൂടെ വന്ന ബിസിനസ്സിന് വന്ന ആളുകൾ 3 പേരായി. സ്വാഭാവികമായിട്ടും അവിടെ 1 + 2 = 3. ഈ 3 ആളുകളുടെ BV എന്ന് പറയുന്നത് 3 × 350 ആണ്. 3 × 350 എന്ന് പറയുമ്പോൾ 1050 രൂപയാണ് BV വരുന്നത്. അപ്പോൾ 2 ഓർഗനൈസേഷനിലും 1050 രൂപ BV വരുന്നു. 126 രൂപയാണ് അതിന്റെ 12% എന്നുള്ള രീതിയിൽ. അതായത് 2 ഓർഗനൈസേഷനും കൂടി കൂടുമ്പോൾ അതിൽ നിന്നും കിട്ടുന്നത് 6% എന്നും മനസ്സിലാക്കുക. കാരണം ഒരു ഭാഗം ഒരു ടീം വാങ്ങിച്ചു പോകുന്നു, ഒരു ഭാഗം മറ്റൊരു ടീമും വാങ്ങിക്കുന്നു. അങ്ങനെ വാങ്ങിക്കുന്നതിന്റെ ആകെത്തുകയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 1050 രൂപയ്ക്ക് 126 രൂപയാണ് നമുക്ക് അതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് കരുതുക. അടുത്ത മാസം, ആ മാസം പിന്നെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരും വരുന്നില്ല. പലരെയും നമ്മൾ കണ്ടു, പലരെയും കണ്ടിട്ടും ആരും വന്നില്ല. എന്നാൽ ഈ വന്ന ആളുകളും നമ്മളും കൂടിയിട്ട് അതിന്റെ ശ്രമകരമായിട്ട് അടുത്ത ഇതിൽ ഓരോരുത്തരെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. അതായത് 3 ആളുകളും ഓരോ ആളെയും കൂടെ കൂട്ടി 4 ആളാവുന്നു. 3 + 4 = 7. ഓരോരുത്തരെ ഉണ്ടാക്കുന്നു.
ആ മാസം ഓരോ വ്യക്തികളും ഉണ്ടാക്കുന്ന ആളുകളുടെ G35 പ്രകാരം നോക്കുമ്പോൾ 350 × 7 ആകുന്നു. അതായത് 3+4 = 7. അവിടെ 2450 ബിസിനസ് വോളിയം വരുന്നു. 294 രൂപ അതിൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെതായ ഒരു നിയമമൊക്കെ ഉണ്ട്. ഐഡിയ ആക്റ്റീവ് ആവണമെങ്കിൽ 5000 രൂപ ആവുമ്പോൾ മാത്രമേ ഐഡിയ ആക്റ്റീവ് ആവുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ ഇൻകം ഒക്കെ തന്നെ അവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് നിൽക്കുക മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ രണ്ടിലും കൂടിയിട്ട് നമുക്ക് ഈ 294 രൂപ ഒരു ഓർഗനൈസേഷനിലും 400 അങ്ങനെ രണ്ടും കൂടെ കൂടി 294 ഒരു സ്ഥലത്തും കൂടിയിട്ട് 462 രൂപ, അതായത് തലേ ദിവസത്തതും ഇതും കൂടെ കൂടുമ്പം 462 രൂപ ഏൺ ചെയ്യാൻ സാധിക്കുന്നു. അടുത്ത മാസം 7 ആളുകളെയാണ് ഉണ്ടായത്. ഓക്കെ, അടുത്ത മാസം നമ്മളും അതോടൊപ്പം നമ്മുടെ കൂടെ വന്ന ആളുകളുടെയും ശ്രമകരമായിട്ട് വീണ്ടും ഒരു 8 പേരെ കൂടി ഉണ്ടാക്കാൻ സാധിക്കുന്നു. 7+8. അപ്പൊ നമ്മളിതിലേക്ക് കുറേശ്ശെ ആളുകൾ വന്നു കഴിഞ്ഞു. അതില് 8 ആളുകളും കൂടി 15 ആളുകളാകുന്നു. അത് 350 × 15 = 5250 ബിസിനസ് വോളിയം കയറുന്നു. ഓക്കെ, ബിസിനസ് വോളിയം 5250 കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ID ആക്റ്റീവ് ആവും. കാരണം 5000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ തന്നെ ആക്റ്റീവ് ആവും. നമുക്ക് വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിയും. ആദ്യത്തെ ആള്, ഫസ്റ്റത്തെ ആള്. അത് അങ്ങനെ വന്നു. അന്ന് ആ സമയത്ത് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നത് 462 + 1092. ഇത് രണ്ടും കൂട്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 5-ാമത്തെ മാസം നമ്മൾ വീണ്ടും ഒരു ഓരോരുത്തരെ ആയിട്ട് ഓരോരുത്തർ ഉണ്ടാക്കുന്നു. ഒരാളല്ല, ഓരോരുത്തരായിട്ട് ഓരോരുത്തർ ഉണ്ടാവുന്നതോട് കൂടി 15ന്റെ കൂടെ 16 ആള് വരുന്നു. മാസം 5, 15 + 16 = 31. ഈ 31 ആൾക്കാരുടെ ഓരോ 1000 രൂപയുടെ പ്രോഡക്റ്റുകൾ മാത്രം അവരെല്ലാവരും വാങ്ങുന്നു. അതായത് മറ്റുള്ള ഒരാളെയും ആശ്രയിക്കുന്നില്ല, പുറത്തേക്കൊന്നും പ്രോഡക്റ്റുകൾ കൊടുക്കുന്നില്ല. നമ്മുടെ കൂടെ വന്ന എല്ലാവരും അവനവന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കും കുടുംബക്കാർക്കും മറ്റുമൊക്കെ ആയിട്ട് ചെറിയ തോതിൽ ബിസിനസ് ചെയ്യുന്നതിനും വേണ്ടി സാധാരണ രീതിയിലുള്ള പ്രോഡക്റ്റുകൾ, അതായത് G35 പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ നമുക്കവിടെ ഒരു ഭാഗത്ത് 1302 മറുഭാഗത്ത് 1302, അത് തലേ മാസത്തെയും അടുത്ത മാസത്തെയും കൂടെ ചേർക്കുമ്പോൾ 2394 രൂപ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ 5 മാസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ആളുകൾ 31 ആളുകളാണ്. അത് 2 ഓർഗനൈസേഷനിലും ഉണ്ടാക്കാൻ സാധിച്ചു. ഇനി മാസം 6, 6-ാമത്തെ മാസം നമ്മൾ ഓർഗനൈസേഷൻ 1-ല് ഇപ്പം ഓൾറെഡി 31 ആളായി. അതിലൂടെ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കുകയാണ്. ഈ 31 ആൾക്കാരും ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ ആ ഓരോ ആൾക്കാർ കൂടുമ്പോൾ 32 ആളുകളാവുന്നു. അത് 63 ആളുകളായി മാറുന്നു. നമ്മുടെ ഇതില് മണി ചെയിൻ അല്ല, മാൻ ചെയിൻ ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഈ പിരമിഡ് രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ആളുകളെയാണ്, അതായത് റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റിന്റെ പ്രാധാന്യവും നമ്മുടെ സെയിൽസിന്റെ പ്രാധാന്യവുമാണ് ഞാൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, ഏതായാലും അങ്ങനെ BV 350 × 63 = 22,050 ബിസിനസ് വോളിയം, അതോടൊപ്പം 2646 രൂപ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് 6-ാമത്തെ മാസം വരുന്നു. അത് 2 ഓർഗനൈസേഷനിലും വരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഓർഗനൈസേഷനിലെ ഇതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓക്കെ, മന്ത് 7, അതായത് 7-ാമത്തെ മാസമായപ്പോ 63-ലൂടെ നമ്മൾ വീണ്ടും ഓരോരുത്തരായി ആളുകളെ ഉണ്ടാക്കുകയാണ്. ഓരോരുത്തരെ ആയിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. നമ്മളെ ആദ്യം തൊട്ട് ലീഡറായ ഞാനാണ് ചേർന്നത് എന്ന് വിചാരിക്കുക. ലീഡറായ ഞാനും എൻ്റെ കൂടെ ചേർന്നവരുമായിട്ട് ടോട്ടൽ 127 ആളുകൾ വരുന്നു. അതായത് 63 + 64 = 127 ആളുകൾ റിക്രൂട്ട്മെന്റ് വഴി എൻ്റെ കൂടെ ചേരുമ്പോൾ ബിസിനസ് വോളിയം വെറും 1000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 350 മാത്രം ബിസിനസ് വോളിയം കയറുന്ന ആഹാർ, അതുപോലെ തന്നെ ന്യൂ സ്റ്റാർ,
അതിനുശേഷം MI ഹോം, ഈ പ്രോഡക്റ്റുകൾ മാത്രമാണ് വാങ്ങിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ വരട്ടെ. അതായത് 127 പേർ 350 ബിസിനസ് വോളിയം വന്ന സമയത്ത്, അവർക്ക് വന്ന സമയത്ത് 44,450 ബിസിനസ് വോളിയം കയറുന്നു. 5,334 രൂപ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഇനി അടുത്ത മാസം 8 8ാമത്തെ മാസം ഇതുപോലെ തന്നെ ഒരു മാസം ടൈം ഉണ്ട്, ശ്രദ്ധിക്കുക. ഒരൊറ്റ മാസം മുഴുവൻ സമയമുണ്ട്. ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഇതിൽ ചേർന്നിട്ടുള്ള 127 ആളുകളും ഓരോരുത്തരുണ്ടാക്കിയാൽ മതി. ഒറ്റ ആളെ ഉണ്ടാക്കിയാൽ മതി, കൂടുതൽ ആളുകൾ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഈ 127 ആളുകളും ഓരോരോ ആളുകളെ വീതം ഉണ്ടാക്കുമ്പോൾ 128 ആളുകൾ വീണ്ടും നമ്മുടെ ബിസിനസ്സിലേക്ക്, നമ്മുടെ ഗ്രൂപ്പിലേക്ക്, അതായത് എൻ്റെ ഗ്രൂപ്പിലേക്ക് വരികയാണ്. എൻ്റെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ 255 ആളുകളാകുന്നു, 255 ബിസിനസ്മാൻമാരാകുന്നു. അതായത് 255 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവുന്നു. ഈ 225 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവുന്നതോട് കൂടി ഇവിടെ വന്ന പുതിയ 128 × 350 അത് മറ്റേതിലേക്ക് ചേരുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് വോളിയം 89,250 ആവുന്നു. അതിന്റെ വരുമാനം 10,710 രൂപയാകുന്നു. എന്ന് വെച്ചാൽ ഇത്രയും ഇത് വരുന്ന സമയത്ത് നമുക്ക്, അപ്പൊ അതിന്റെ ടോട്ടൽ ഇൻകം രണ്ട് ഭാഗത്തും കൂട്ടുമ്പോൾ വേറെ വരുന്നുണ്ട്. അതിന്റെ മാച്ച് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഇൻകം കിട്ടുക. അപ്പൊ നമ്മൾ ഒരു ഭാഗം നോക്കിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ 9ാമത്തെ മാസമായി. 9ാമത്തെ മാസമായപ്പോൾ 255 ആളുടെ കൂടെ 256 ആളുകളും കൂടെ വന്ന് 511 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയി. 511 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവുമ്പം അതിൽ വന്ന പുതിയ ആൾക്കാർ 256 × 350 സമം 1,78,850 ബിസിനസ് വോളിയം കയറുന്നു. 21,462 രൂപ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ ചെറിയ ചെറിയ വരുമാനത്തിൽ തുടങ്ങി 9ാമത്തെ മാസം ആയപ്പോഴത്തേക്കും നമുക്ക് 21,462 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇത് എന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ വാങ്ങിച്ചത് വെറും 350 G35 ആണ്. 350 മാത്രം വരുന്ന, അതായത് ബിസിനസ്സിൽ 350 മാത്രം ബിസിനസ് വോളിയം വരുന്ന പ്രോഡക്റ്റുകൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് ഓർക്കുക. ഇവിടെ എത്തുന്നതോടുകൂടി നമ്മൾ ടീം കോർഡിനേറ്റർ പാസ് ചെയ്ത് പോകുന്നു. ടീം കോർഡിനേറ്റർ ഒക്കെ അതിന്റെ മുമ്പ് വന്നു കഴിഞ്ഞു, ടീം കോർഡിനേറ്റർ ആയിപ്പോയി, റാങ്ക് വന്നു കഴിഞ്ഞു. ഇനി 9ാമത്തെ മാസം കഴിഞ്ഞു, 10ാമത്തെ മാസമാണ്. 10ാമത്തെ മാസം നമ്മൾ ഇനി നടക്കാൻ പോകുന്ന ഒരു പൊട്ടിത്തെറിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവണം, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടല്ല പോണത്, പിന്നീട് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് പോണത്. ശ്രദ്ധിച്ചു നോക്കുക. ഓർഗനൈസേഷൻ 1ലും 2ലുമായിട്ട് 511 ആൾക്കാരുള്ളത്, അവര് ഒരാൾ ഞാനും കൂടിയിട്ട് 512 ആൾക്കാരെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ 512ഉം 511ഉം 1023 ആളുകളാവുകയാണ്. ഈ 1023 ആളുകൾ ഈ BV 350 ഉള്ള G35 പ്രോഡക്റ്റുകൾ മാത്രം ഓരോരുത്തരും 1000 രൂപയ്ക്ക്, ഒരു മാസത്തിൽ 1000 രൂപയ്ക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്നത് 3,58,050 ബിസിനസ് വോളിയം വരുന്നു. അതോടൊപ്പം 42,966 രൂപ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഈ 350 ബിസിനസ് വോളിയം കയറുന്ന ഈ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമ്മൾ 10ാമത്തെ മാസം 10 മാസം കഴിയുമ്പോൾ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ എന്ന റാങ്കും 42,966 രൂപ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ 750 ബിസിനസ് വോളിയം കയറുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾക്ക് ഇതിന്റെ പകുതി സമയം കൊണ്ട് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആവാൻ സാധിക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ കണക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇതിനകത്ത് ഇതൊക്കെ ഒരു ഏകദേശ കണക്കാണെന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് പോകണമെന്നില്ല. ഞാൻ ഇത് മാക്സിമം നീട്ടിയിട്ടാണ്. എന്നാൽ നമ്മൾക്ക് ഇതിനേക്കാൾ സ്മൂത്തായി പോയ ആളാണ് ഉമ്മർ ഉസ്താദ്. ഉമ്മർ ഉസ്താദ് എന്ന് പറയുന്ന നമ്മുടെ ലീഡർ
വളരെ സ്പീഡിൽ പോയത് കൊണ്ട് അദ്ദേഹം ഇപ്പോൾ CTC റാങ്കിലാണ്. എന്നാൽ അദ്ദേഹത്തെ ചേർത്തിയ അയൂബ് സാറ്, ഈ രണ്ട് പേരും ഞാൻ മനസ്സിലാക്കിയപ്പോ പഠിച്ചപ്പോ രണ്ട് പേരും രണ്ട് രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. അതായത് അയൂബ് സാറ് താഴെ നിലനിട്ട് 1 by 1 ആയിട്ട് ഓരോരുത്തരെയും റിക്രൂട്ട് ചെയ്ത് ഒരു നല്ല ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് ബിസിനസ് ചെയ്തത്. എന്നാൽ ഉമ്മർ ഉസ്താദ് പാവപ്പെട്ടവരിലേക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരിലേക്കും ബിസിനസ് വളർത്താൻ വേണ്ടി ഉമ്മർ ഉസ്താദ് ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ റാങ്ക് മാറി CTC എന്ന് പറയുന്ന അഭിമാനാർഹമായ റാങ്കിലെത്തി. അദ്ദേഹം കുറച്ചു മുമ്പ് തന്നെ, അതായത് നമ്മുടെ കമ്പനിയുടെ എന്താ പറയാ അഡ്വൈസറി ബോർഡ് മെമ്പർ ആയിരുന്നല്ലോ. ഇപ്പൊ ഒന്നും കൂടി സ്ട്രോങ് ആയി. അദ്ദേഹം ചെയ്തത് തനിക്ക് പ്രിയപ്പെട്ടവരിലേക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവരിലേക്കും ഈ ബിസിനസ് വളർത്താൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പം ആ സമയത്ത് ഒരു പക്ഷേ ഇതിനെക്കാട്ടും കൂടുതൽ ആളുകളെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒരു മാസത്തിൽ ഒരാളെ വെച്ച് ഓരോരുത്തരും ഉണ്ടാക്കുന്നതിന് പകരം അദ്ദേഹം ഒരാഴ്ചയിൽ തന്നെ 5ഉം 10ഉം ആളുകളെ ഉണ്ടാക്കിയിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സ്മൂത്ത് ആവുന്നു എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അയൂബ് സാറ് വളരെ സാവധാനം ഓരോ കാര്യങ്ങളും പഠിച്ച് മുന്നേറി. അങ്ങനെ വന്നപ്പോ അദ്ദേഹം ഇപ്പം റാങ്കില് പിറകിലാണ്. എന്നാൽ കുറെ മുമ്പ് തന്നെ 2,10,000 എന്നുള്ള ആ ലക്ഷ്യം നേടാൻ സാധിച്ചു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ രണ്ട് ആളുകളെക്കാളും, അവരോടുള്ള വൈരാഗ്യമോ ദേഷ്യമോ അസൂയോ ഒന്നുമല്ല, രണ്ട് ആളുകളെക്കാളും കൂടുതൽ വേഗത്തിൽ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഒരാളെയും കൂടിയും ഇതിൽ ഉൾപ്പെടുത്തുകയാണ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചേരൂർ സാർ. ഞാൻ ഈ നമ്മുടെ കാനേസ മാഡത്തിന്റെ അടുത്ത് നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്ന സമയം അവരുടെ വീട്ടിൽ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നതിനായിട്ട് വന്ന ചേരൂർ സാറിനെ കാണുകയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അദ്ദേഹത്തെ. അങ്ങനെ എനിക്കാണെങ്കിൽ വേറൊരു കുഴപ്പമുണ്ട്. ഈ പണ്ട് മുതലേ ഒരുപാട് ഫ്രോഡ് കമ്പനികൾ, അതുപോലെ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും അറിയാൻ ഏറ്റവും കൂടുതൽ സാധിക്കുക ഒരു പോലീസ് ഓഫീസർക്കാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യുക പോലീസ് ഓഫീസറാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്തതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരോ പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിലെ നെഗറ്റീവുകളാണ് ആദ്യം നോക്കുക പറയുന്ന സമയം. അന്ന് എന്നോട് കുറച്ചൊക്കെ മൂപ്പര് ഇതിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ടായിക്കോട്ടെ, നല്ലതാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് അന്ന് ആദ്യമായിട്ട് കാണുക. പിന്നീട് എൻ്റെ മുന്നിലാണ് ഈ ചേരൂർ സാർ വളരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ചേർന്നതിന് ശേഷം ഞാൻ ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വളർച്ച കാണുകയാണ്. അതുപോലെ എൻ്റെ അയൽവാസിയായ മാഡം, അവരൊരു വീട്ടമ്മയാണ്. ഒരു വീട്ടമ്മയായ അവരുടെ വളർച്ച, അതായത് ആദ്യത്തിൽ അവര് ടീം കോർഡിനേറ്റർ ആയിരുന്നെങ്കിൽ ഞാൻ ചേരുന്ന സമയത്ത് അതുപോലും അല്ല. അവരുടെ അക്ഷീണ പരിശ്രമം കൊണ്ട് അവര് ശരിക്കും മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ഓരോരുത്തരെയും കണ്ട് സംസാരിച്ച് അവര് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തപ്പോൾ അവരിപ്പം STC ആയി. ഇത് രണ്ടും എൻ്റെ മുന്നിലുള്ള രണ്ട് ഉദാഹരണങ്ങളാണ്. അപ്പം ഈ ബിസിനസ്സിൽ നമ്മൾ പ്രവർത്തിച്ചാൽ, എന്ത് തന്നെയായാലും നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉയർച്ചയിലേക്ക് എത്തും എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് എൻ്റെ അയൽവാസിയായ ഈ ഖൈറുന്നിസ മാഡവും അതോടൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ലീഡേഴ്സിൽ ഒരാളായ അബ്ദുറഹിമാൻ സാർ, ചേരൂർ സാറും. അപ്പൊ ഇതിൽ കൂടുതൽ ഒരു ദൃഷ്ടാന്തം നമുക്ക് എന്താണ് വേണ്ടത്? നമ്മള് ആളുകൾ പൊതുവെ 3 തരത്തിലാണ്. 1, പക്കാ മടിയന്മാരായിരിക്കും. 2, കുറച്ചൊക്കെ ചെയ്യണം, ബാക്കി ആ സമയം സൂഹിക്കണം എന്ന് വിചാരിക്കുന്നതായിരിക്കും. 3ാമത്തെ ആൾക്കാർ കഠിന പ്രയത്നം ചെയ്യുന്നവരായിരിക്കും. അതിൽ നമ്മൾ 2ാമത്തെ ടീമായാൽ തന്നെ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. കമ്പനി നല്ലതാണ്, പ്രോഡക്റ്റ് നല്ലതാണ്, ലീഡേഴ്സ് നല്ല കഴിവുറ്റവരാണ്, അതുപോലെ എല്ലാവരും നല്ലവരാണ്. അപ്പൊ ഈ മടിയന്മാരുടെ കഥ പറയുമ്പോൾ ഞാനൊരു കഥ പറയാതിരിക്കാൻ വയ്യ. ഒരു ചെറിയ ഒരു കഥ പറയട്ടെ. അതായത് ഒരാള് മടിയനാണ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അയാളുടെ ഫാദർ അയാളെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട്
നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ കൊണ്ട് പറയിപ്പിച്ചു, വീട്ടിൽ എല്ലാവരും പറഞ്ഞു, എന്നാലൊന്നും ഇയാൾ കല്യാണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അത്രയും വലിയ മടിയനാണ് അയാൾ. അവസാനം അയാൾ ഒരു എഗ്രിമെന്റ് വെക്കുകയാണ്. എന്താണ് വെച്ചത് എന്നറിയോ? 2 കുട്ടികളുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് തരികയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം എന്ന് അയാള് എഗ്രിമെന്റ് വെക്കുക. എന്ന് വെച്ചാൽ എല്ലാവരും അഡൽട്ട് ആണല്ലോ, അതിന് പോലും അയാൾക്ക് മടിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെയുള്ള മടിയന്മാർക്ക് ഒരിക്കലും പറ്റിയതല്ല ഈ ബിസിനസ്. കുറച്ചെന്തെങ്കിലും ചെയ്താൽ തന്നെ നമുക്ക് ഉയരാൻ സാധിക്കും. ഞാൻ പറഞ്ഞതിലുള്ള നല്ല വശങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ അത് തിരസ്കരിക്കുകയും ചെയ്യുക. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എല്ലാ രീതിയിലും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ സൂം മീറ്റിങ്ങിൽ കയറിയ എല്ലാവർക്കും എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ.